നമസ്കാരം. N4 ന്യൂസിന്റെ ഇന്നത്തെ വാർത്തകളിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. ദേശീയപാത തലോരിൽ ലോറി നിർത്തിയിറങ്ങിയ ഡ്രൈവർ മറ്റൊരു മിനി ലോറി ഇടിച്ച് മരിച്ചു. കൊടുങ്ങല്ലൂരിലെ അഴീക്കോട് വലയിൽ കുടുങ്ങിയ നിലയിൽ മലമ്പാമ്പിനെ കണ്ടെത്തി. കൂർക്കഞ്ചേരി കൃഷിഭവന് മുൻപിലെ ഓപ്പൺ ജിം പാർക്കിലെ ലൈറ്റ് ബോർഡ് സാമൂഹിക വിരുദ്ധർ തകർത്തു. വരന്തരപ്പള്ളി ഗ്രാമപഞ്ചായത്ത് ചിമ്മിനി ഡാമിൽ വിനോദസഞ്ചാരികൾക്കായി നിർമ്മിക്കുന്ന ടോയ്ലറ്റ് കോംപ്ലക്സിന്റെ ഉദ്ഘാടനം നടത്തി. പറപ്പൂക്കരയിൽ 27 വിദ്യാർത്ഥികൾക്ക് ലാപ്ടോപ്പ് വിതരണം ചെയ്തു. ചാലക്കുടി മെർച്ചന്റ്സ് അസോസിയേഷനും ചാലക്കുടി മെർച്ചന്റ്സ് യൂത്ത് വിങ്ങും വനിതാ വിങ്ങും സംയുക്തമായി ഓണാഘോഷം നടത്തി. അന്തിക്കാട് കോൾ പാടശേഖരങ്ങളെ കടവാരവുമായി ബന്ധിപ്പിക്കുന്ന പ്രധാന പാലം തകർന്നിട്ട് 7 മാസം പിന്നിടുന്നു. വിശദമായ വാർത്തയിലേക്ക്. ദേശീയപാത തലോരിൽ ലോറി നിർത്തിയിറങ്ങിയ ഡ്രൈവർ മറ്റൊരു മിനി ലോറി ഇടിച്ച് മരിച്ചു. ഒറ്റപ്പാലം അമ്പലപ്പാറ സ്വദേശി തുപ്പാംകുന്നത്ത് വീട്ടിൽ മുഹമ്മദിന്റെ മകൻ ഷഫീർ മോനാണ് മരിച്ചത്. ബുധനാഴ്ച പുലർച്ചെ 3-നായിരുന്നു സംഭവം. മൂവാറ്റുപുഴയിലേക്ക് കന്നുകാലികളുമായി പോയ ഷഫീർ തിരിച്ചു വരുന്നതിനിടെയാണ് അപകടത്തിൽപ്പെട്ടത്. വാഹനം നിർത്തിയിറങ്ങിയ ഷഫീർ തിരിച്ചു കയറുന്നതിന് ഡോർ തുറക്കവേ അതേ ദിശയിൽ വന്ന മിനി ലോറി ഇടിക്കുകയായിരുന്നു. അപകടത്തെ തുടർന്ന് വാഹനത്തിലുണ്ടായിരുന്ന ക്ലീനർ ഏറെ നേരം ശ്രമിച്ചാണ് ഷഫീറിനെ ആശുപത്രിയിലെത്തിച്ചത്. 1 മണിക്കൂറിന് ശേഷം പുതുക്കാട് അഗ്നിരക്ഷാ സേനയുടെ വാഹനത്തിൽ തൃശൂരിലെ സ്വകാര്യ ആശുപത്രിയിൽ എത്തിച്ചുവെങ്കിലും വൈകിട്ടോടെ മരിച്ചു. ഭാര്യ സീനത്ത്, മക്കൾ മുഹമ്മദ് ആരിഫ്, ആയിഷ ലുബാബ. കൊടുങ്ങല്ലൂരിലെ അഴീക്കോട് വലയിൽ കുടുങ്ങിയ നിലയിൽ മലമ്പാമ്പിനെ കണ്ടെത്തി. അഴീക്കോട് പൂച്ചക്കടവിലാണ് ഇന്ന് രാവിലെ മലമ്പാമ്പിനെ കണ്ടെത്തിയത്. പുഴയോട് ചേർന്നുള്ള സ്ഥലത്ത് വീടിന്റെ വേലിയിൽ കെട്ടിയിട്ട വലയിലാണ് 7 അടിയോളം നീളമുള്ള മലമ്പാമ്പ് കുടുങ്ങിയത്. പരിസരവാസികളായ അബ്ദുൾ ഹബീബ്, മുഹമ്മദ് യാസിർ എന്നിവരുടെ നേതൃത്വത്തിൽ പാമ്പിനെ പിടികൂടി. പിന്നീട് സ്നേക് റെസ്ക്യൂവർ കണ്ണൻ അഷ്ടപതിക്ക് പാമ്പിനെ കൈമാറി. കൂർക്കഞ്ചേരി കൃഷിഭവന് മുൻപിലെ ഓപ്പൺ ജിം പാർക്കിലെ ലൈറ്റ് ബോർഡ് സാമൂഹിക വിരുദ്ധർ തകർത്തു. സംഭവത്തിൽ നെടുപുഴ പോലീസ് അന്വേഷണം ആരംഭിച്ചു. ഓപ്പൺ ജിം പാർക്കിലെ ഹൈമാസ് ലൈറ്റ് പോസ്റ്റിൽ സ്ഥാപിച്ചിട്ടുള്ള ഐ ലവ് കൂർക്കഞ്ചേരി എന്ന ലൈറ്റ് ബോർഡാണ് ഇന്ന് രാവിലെ തകർത്ത നിലയിൽ കാണപ്പെട്ടത്. ഇക്കഴിഞ്ഞ ഓഗസ്റ്റ് 17-നാണ് തൃശൂർ കോർപ്പറേഷൻ കൂർക്കഞ്ചേരി ഡിവിഷനിലെ ഈ ഓപ്പൺ ജിം ഉദ്ഘാടനം ചെയ്തത്. ഉദ്ഘാടനത്തിന്റെ ഭാഗമായി സ്ഥാപിച്ച ലൈറ്റ് ബോർഡാണ് തകർക്കപ്പെട്ടിരിക്കുന്നത്. വ്യാഴാഴ്ച പുലർച്ചെയോടെയാണ് തകർത്തത് എന്നാണ് സൂചന. അതേസമയം ഓപ്പൺ ജിം പാർക്കിലെ വ്യായാമ ഉപകരണങ്ങൾക്കൊന്നിനും കേടുവരുത്തിയിട്ടില്ല. ലൈറ്റ് ബോർഡ് പ്രകാശിക്കുമ്പോൾ മനോഹര കാഴ്ചയായിരുന്നു ഇവിടം. ഒരു സെൽഫി കോർണറായി മാറിയിട്ടുണ്ടായിരുന്നു എന്ന് ഡിവിഷൻ കൌൺസിലർ വിനീഷ് തയ്യിൽ പറഞ്ഞു. സാമൂഹ്യ വിരുദ്ധരുടെ താവളമായിരുന്ന ഈ സ്ഥലം വൃത്തിയാക്കി കഴിഞ്ഞ മാസം ഓപ്പൺ ജിം പാർക്കും ലൈറ്റ് ബോർഡും സ്ഥാപിച്ചതോടെ സ്ത്രീകൾ ഉൾപ്പെടെ നിരവധി പേർ വ്യായാമത്തിനും മറ്റുമായി വരാൻ തുടങ്ങിയിരുന്നു. സംഭവത്തിൽ ഡിവിഷൻ കൌൺസിലർ വിനീഷ് തയ്യിൽ നൽകിയ പരാതിയെ തുടർന്ന് നെടുപുഴ പോലീസ് സ്ഥലത്തെത്തി അന്വേഷണം ആരംഭിച്ചു. വരന്തരപ്പള്ളി ഗ്രാമപഞ്ചായത്ത് ചിമ്മിനി ഡാമിൽ വിനോദസഞ്ചാരികൾക്കായി നിർമ്മിക്കുന്ന ടോയ്ലറ്റ് കോംപ്ലക്സിന്റെ ഉദ്ഘാടനം കെ രാമചന്ദ്രൻ MLA നിർവഹിച്ചു. പഞ്ചായത്ത് പ്രസിഡന്റ് കലാപ്രിയ സുരേഷ് അധ്യക്ഷത വഹിച്ചു. DTPC സെക്രട്ടറി വിജയരാജ് സി മുഖ്യാതിഥിയായി പങ്കെടുത്തു. ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് TG അശോകൻ സ്വാഗതവും ഗ്രാമപഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ അഷറഫ് ചാലിയത്തൊടി നന്ദിയും പറഞ്ഞു. പറപ്പൂക്കരയിൽ 27 വിദ്യാർത്ഥികൾക്ക് ലാപ്ടോപ്പ് വിതരണം ചെയ്തു. പറപ്പൂക്കര ഗ്രാമപഞ്ചായത്ത് വാർഷിക പദ്ധതിയിൽ 10 ലക്ഷം രൂപ വകയിരുത്തി പട്ടികജാതി വിദ്യാർത്ഥികൾക്ക് നൽകുന്ന ലാപ്ടോപ്പ് വിതരണം ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ലതാ ചന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. പഞ്ചായത്ത് പ്രസിഡന്റ് EK അനൂപ് അധ്യക്ഷനായി. വൈസ് പ്രസിഡന്റ് ബീന സുരേന്ദ്രൻ, വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ KC പ്രദീപ്, ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ NM പുഷ്പാകരൻ, പഞ്ചായത്ത് സെക്രട്ടറി നിതിൻ CN, അസിസ്റ്റന്റ് സെക്രട്ടറി വിജയൻ MK എന്നിവർ സംസാരിച്ചു.
ചാലക്കുടി മെർച്ചന്റ്സ് അസോസിയേഷനും ചാലക്കുടി മെർച്ചന്റ്സ് യൂത്ത് വിംഗും വനിതാ വിംഗും സംയുക്തമായി ഓണാഘോഷം നടത്തി. കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി ജില്ലാ ട്രഷററും ചാലക്കുടി മെർച്ചന്റ്സ് അസോസിയേഷൻ പ്രസിഡന്റുമായ ജോയ് മൂത്തേടന്റെ അധ്യക്ഷതയിൽ ചേർന്ന യോഗം ചാലക്കുടി MLA സനീഷ് കുമാർ ജോസഫ് ഉദ്ഘാടനം ചെയ്തു. യോഗത്തിൽ ചാലക്കുടി മുനിസിപ്പൽ ചെയർമാൻ ഷിബു വാലപ്പൻ, പ്രതിപക്ഷ നേതാവ് CS സുരേഷ്, ചാലക്കുടി DYSP PC ബിജുകുമാർ, ചാലക്കുടി മുനിസിപ്പൽ സെക്രട്ടറി പ്രമോദ്, ചാലക്കുടി ഫൊറോന പള്ളി വികാരി വർഗീസ് പാത്താടൻ, ടൗൺ ജുമാ മസ്ജിദ് ഇമാം K ഹുസൈൻ ബാഗവി, ഗായത്രി ആശ്രമം ചീഫ് ഗുരുദർശന രഹന, ചാലക്കുടി മുനിസിപ്പാലിറ്റി വാർഡ് കൌൺസിലർമാർ, ചാലക്കുടിയിലെ വിവിധ സർക്കാർ സ്ഥാപനങ്ങളിലെ ജീവനക്കാർ, ചാലക്കുടിയിലെ പൌരപ്രമുഖർ, ചുമട്ടുതൊഴിലാളി ജീവനക്കാർ, മെർച്ചന്റ്സ് അസോസിയേഷൻ എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗങ്ങൾ, വനിതാ വിംഗ്, യൂത്ത് വിംഗ് അംഗങ്ങൾ, സ്റ്റാഫ് അംഗങ്ങൾ എന്നിവർ സന്നിഹിതരായിരുന്നു. അന്തിക്കാട് കോൾ പാടശേഖരങ്ങളെ കടവാരവുമായി ബന്ധിപ്പിക്കുന്ന പ്രധാന പാലം തകർന്നിട്ട് 7 മാസം പിന്നിടുന്നു. പുനർനിർമ്മാണം നടക്കാത്തതിൽ ആശങ്കയോടെ കർഷകർ. കൃഷി ഇറക്കുന്നതിന്റെ ഭാഗമായി വിത്ത് ഉൾപ്പെടെയുള്ള സാധന സാമഗ്രികൾ കൊണ്ടുപോകേണ്ടത് ഈ പാലത്തിലൂടെയാണ്. ഈ പ്രശ്നം ചൂണ്ടിക്കാട്ടി അന്തിക്കാട് പാടശേഖര സമിതി ഭാരവാഹികൾ നിരവധി തവണ KLDCയെ സമീപിച്ചെങ്കിലും പാലം നിർമ്മിക്കുന്നതിന് ആവശ്യമായ യാതൊരു നടപടിയും ഉണ്ടായിട്ടില്ലെന്ന് അന്തിക്കാട് പടവ് സെക്രട്ടറി VK ശരത് പറഞ്ഞു. പാലവുമായി ബന്ധപ്പെട്ട എല്ലാ റിപ്പോർട്ടുകളും നൽകിയെന്നും ഇനി നടപടി സ്വീകരിക്കേണ്ടത് KDA ആണെന്നുമാണ് KLDC അധികൃതർ പറയുന്നത്. നാട്ടുകാരനായ റവന്യൂ മന്ത്രി K രാജൻ ഉൾപ്പെടെയുള്ളവരെ കണ്ട് ആവശ്യം ഉന്നയിച്ചെങ്കിലും ഫലമുണ്ടായില്ല. പാടശേഖരത്തിലേക്ക് കൃഷിയുമായി ബന്ധപ്പെട്ട എല്ലാ സാധന സാമഗ്രികളും കൊണ്ടുപോകേണ്ടത് ഈ പാലം വഴിയാണെന്നതിനാൽ കൃഷിപ്പണി തുടങ്ങിയാൽ ഓവ് വെച്ച് മുകളിൽ മണ്ണിട്ടുറപ്പിച്ച് ഗതാഗതം പുനഃസ്ഥാപിക്കേണ്ടി വരും. ഇങ്ങനെ ചെയ്ത് താൽക്കാലികമായി ഗതാഗതം പുനഃസ്ഥാപിച്ചു കഴിഞ്ഞാൽ മഴക്കാലത്ത് വെള്ളത്തിന്റെ ഒഴുക്ക് നിലച്ച് പ്രദേശം വെള്ളക്കെട്ടിലാകുന്ന സ്ഥിതിയുണ്ടാകും. ആയതിനാൽ എത്രയും വേഗം പാലം പുനർനിർമ്മിച്ച് ആശങ്ക ഒഴിവാക്കണമെന്നാണ് കർഷകരുടെയും പ്രദേശവാസികളുടെയും ആവശ്യം. ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ഇവാനിയ ഗോൾഡ് തൃശൂർ. നിങ്ങളുടെ പഴയ സ്വർണ്ണാഭരണങ്ങൾ ഉയർന്ന വിലയ്ക്ക് എടുക്കപ്പെടും. ബാങ്ക്, ധനകാര്യ സ്ഥാപനങ്ങളിൽ പണയം വെച്ചതോ കൈവശം ഉള്ളതോ ഏതുമാകട്ടെ, നിങ്ങളുടെ സ്വർണ്ണാഭരണങ്ങൾ എടുത്തു വിൽക്കാൻ ഞങ്ങൾ സഹായിക്കുന്നു. 100% വിശ്വസ്തവും സുതാര്യവുമായ സേവനം ഞങ്ങൾ ഉറപ്പു നൽകുന്നു. ഇവാനിയ ഗോൾഡ് തൃശൂർ. സ്വർണ്ണവിലയിൽ മാറ്റമില്ല. ഗ്രാമിന് 10,130 രൂപ, പവന് 81,040 രൂപ. ഇന്നത്തെ കാലാവസ്ഥ. കൂടിയ താപനില 31 ഡിഗ്രി സെൽഷ്യസ്, കുറഞ്ഞ താപനില 24 ഡിഗ്രി സെൽഷ്യസ് രേഖപ്പെടുത്തി. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. ദേശീയപാത തലോരിൽ ലോറി നിർത്തിയിറങ്ങിയ ഡ്രൈവർ മറ്റൊരു മിനി ലോറി ഇടിച്ച് മരിച്ചു. കൊടുങ്ങല്ലൂരിലെ അഴീക്കോട് വലയിൽ കുടുങ്ങിയ നിലയിൽ മലമ്പാമ്പിനെ കണ്ടെത്തി. കൂർക്കഞ്ചേരി കൃഷിഭവന് മുൻപിലെ ഓപ്പൺ ജിം പാർക്കിലെ ലൈറ്റ് ബോർഡ് സാമൂഹിക വിരുദ്ധർ തകർത്തു. വരന്തരപ്പള്ളി ഗ്രാമപഞ്ചായത്ത് ചിമ്മിനി ഡാമിൽ വിനോദസഞ്ചാരികൾക്കായി നിർമ്മിക്കുന്ന ടോയ്ലറ്റ് കോംപ്ലക്സിന്റെ ഉദ്ഘാടനം നടത്തി. പറപ്പൂക്കരയിൽ 27 വിദ്യാർത്ഥികൾക്ക് ലാപ്ടോപ്പ് വിതരണം ചെയ്തു. ചാലക്കുടി മെർച്ചന്റ്സ് അസോസിയേഷനും ചാലക്കുടി മെർച്ചന്റ്സ് യൂത്ത് വിംഗും വനിതാ വിംഗും സംയുക്തമായി ഓണാഘോഷം നടത്തി. അന്തിക്കാട് കോൾ പാടശേഖരങ്ങളെ കടവാരവുമായി ബന്ധിപ്പിക്കുന്ന പ്രധാന പാലം തകർന്നിട്ട് 7 മാസം പിന്നിടുന്നു. ഇതോടെ ഇന്നത്തെ വാർത്തകൾ പൂർണ്ണമാകുന്നു. ഇന്നത്തെ വാർത്തയുടെ പുനർസംപ്രേക്ഷണം രാത്രി 10:30-നും 11:30-നും.
രാവിലെ 6:30, 7:30, 8:30, ഉച്ചയ്ക്ക് 12 മണി എന്നീ സമയങ്ങളിൽ ഉണ്ടായിരിക്കും. തൃശൂർ ജില്ലയിലെ മുഴുവൻ വാർത്തകളും N4 ന്യൂസ് എന്ന യൂട്യൂബ് ചാനലിലും ഫേസ്ബുക്ക് പേജിലും ലഭ്യമാണ്. വാർത്തകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. വാർത്തകളും അറിയിപ്പുകളും സ്വീകരിക്കുന്ന നമ്പർ 9895070239. നന്ദി, നമസ്കാരം.